പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ ബി.ജെ.പിയെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പൊ കാണുന്നത്. വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. അല്ല സുഹൃത്തുക്കളെ, നമ്മുടെ സുരേന്ദ്രൻ പലപ്പോഴും സുരേന്ദ്രൻ കേസുകൾ ഒരുപാടുള്ള സുരേന്ദ്രനൊക്കെ പല ആൾക്കാരൊക്കെ ആക്ഷേപം ചുരിയാറുണ്ടായിരുന്നു. പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സുരേന്ദ്രന്റെ എല്ലാ പിടിപോടെ എല്ലാ കിളിയും പോയ രീതിയിലാണ് സുരേന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ആലപ്പുഴയിലെ ഒരു ചെറിയ ചോട്ട CPM നേതാവ്, അതുകൊണ്ട് CPMകാര് കഴിഞ്ഞ 2 വർഷമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ചിലരെ കുടുംബത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി, ചില അവിഹിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യയെ തല്ലിയ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു നേതാവിനെ എടുത്ത് പുറത്താക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ നേതാവ് ഇപ്പോൾ CPM നിൽക്കക്കള്ളിയില്ലാതെ അവസാനം BJPയിലേക്ക് ചേക്കേറിയെന്നുള്ള. BJPയിൽ സുരേന്ദ്രനാണെങ്കിൽ ഈ വരുന്ന ആളുടെ ചരിത്രവും നോക്കാതെ ഒരു കാലഘട്ടത്തിൽ ആ ചെങ്ങാതി ഇങ്ങനെയൊക്കെ ചെയ്തതാന്നൊക്കെ രീതിയിലൊക്കെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നു സുരേന്ദ്രൻ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മടിയില്ലാതെ ഇങ്ങോട്ട് പോകുന്നതോട് നമുക്ക് സ്വീകരിച്ചു. എന്തായാലും വരുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല. അത്തരം ആളുകൾക്ക് ചേക്കാറുള്ള സ്ഥലമാണ് നമ്മുടെ BJP എന്ന രീതിയിലൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മുടെ സുരേന്ദ്രൻ. സുരേന്ദ്രൻ ആ വരവിനെ പറഞ്ഞത്, ഞങ്ങളിൽ നിന്നുള്ള വൃത്തികേടിലൊക്കെ പോയിട്ട് നല്ല ശുദ്ധജലമാണ് ഞങ്ങളുടെ BJPയിലേക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ സുരേന്ദ്രൻ പറയുന്ന ഒരു വാക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ അവസാന ആശ്രയം BJP ആയിരിക്കും. ബംഗാളിലും മറ്റൊക്കെ കാണുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇനി അടുത്ത പെട്ടെന്ന് തന്നെ എല്ലാവരും വളരെ പെട്ടെന്ന് BJPയിലേക്ക് കൂടിയേറും. ഇനി BJP ആണ് ഇവിടെ നിൽക്കക്കള്ളിയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ BJPക്ക് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കയറുമെന്ന് പറയുന്ന ഒരു വലിയ മോഹവലയത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ വന്ന് പെട്ടിരിക്കുന്നത്. സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തമാശ പറയുകയാണോ അതോ ഇനിയിപ്പോ നമുക്ക് കേൾക്കുന്നവർക്കാണോ വട്ട്, ഇനിയിപ്പോ അദ്ദേഹത്തിനാണോ വല്ല പ്രശ്നം ഉണ്ടോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരം കേട്ടിട്ട് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ BJPയെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പൊ കാണുന്നത്. വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. അല്ല, സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. CPIMനെ ഒരു മാഫിയ സംഘം സംസ്ഥാന വ്യാപകമായി പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലും കണ്ണൂരിലും എല്ലാം നാം കാണുന്നത് അതാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിലും PFIക്കും അതുപോലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനമുള്ള ഒരു ആൾക്കൂട്ടമായി മാറുകയാണ്. PFI നിരോധനത്തിന് ശേഷം ആലപ്പുഴയിലും കണ്ണൂരിലും വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് പാർട്ടിയിലേക്ക് നടക്കുന്നത്. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും കായംകുളത്തും എല്ലാം നമ്മൾ കണ്ടത് PFI ആൾക്കാരെ വ്യാപകമായിട്ട് DYFIയിലേക്കും CPMയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഇപ്പോൾ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ആയുധങ്ങൾ. എങ്കിലും CPMനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ CPMനെ ആക്രമിക്കാൻ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും സുരേന്ദ്രന്റെ ഗംഭീര കൊലവിളികളൊക്കെ നടക്കുന്നത്. അത് നമ്മുടെ മാധ്യമപ്രവർത്തകരോടാണ്. മാധ്യമപ്രവർത്തകരെ ഓഫീസിൽ കയറി കൈകാര്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ദേശാഭിമാനി കൊടുത്തിട്ടുള്ള ഒരു വാർത്ത. വീണ്ടും സുരേന്ദ്രന്റെ കൊലവിളി എന്ന രീതിയിലാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ വീണ്ടും കൊലവിളിയുമായി BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ. മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ടെത്തി കൈകാര്യം ചെയ്യുമെന്നാണ് പുതിയ ഭീഷണി. നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും. കള്ള വാർത്തകൾ കൊടുത്താൽ ഓഫീസിലെത്തി ചോദിക്കും. അതിനുള്ള അവകാശമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് മര്യാദയ്ക്ക് നടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ വിനാശമുണ്ടാകും, സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രനിൽ ചുമത്തിയ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നവരെ വാർത്ത കൊടുക്കുന്നവരെ കൊന്നുകളയുക എന്നുള്ള കാര്യമാണ് പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ BJPക്ക് നടത്തുന്നത്. പക്ഷെ ഇവിടെ അത്ര കാര്യങ്ങളൊന്നും മുതിരുന്നില്ല. തല്ലുമെന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് 4 തൂണെന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തനത്തെയാണ് ഇദ്ദേഹം അടക്കമുള്ള ഈ BJP രാഷ്ട്രീയ പ്രവർത്തകർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എവിടേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സംഗതികളൊക്കെ എത്തുക എന്നുള്ള. എന്തായാലും സുരേന്ദ്രൻ പാലക്കാട് ആ ഒരു തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഭീഷണിയായിട്ട് വന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊടകര കുഴൽപ്പണ കേസുകളല്ല, ആ ഒരു കുഴൽപ്പണ കേസ് BJP നേതാക്കളെ ചോദ്യം ചെയ്യുന്ന പറയുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആകെ മൊത്തം പാലക്കാട് അടക്കം ഗംഭീരമായിട്ട് തോൽക്കുക മാത്രമല്ല, ആ തോറ്റ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചത് ഇദ്ദേഹം അടക്കമുള്ള ആളുകളാണ്.
താൻ മുന്നോട്ട് വെച്ച ആ സ്ഥാനാർത്ഥി തോൽക്കുക മാത്രമല്ല ചെയ്തത്, അതുവരെ കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ വളരെ കുറവ് ശതമാനം വോട്ടാണ് അവിടെ കിട്ടിയത്. അപ്പൊ ഈ വോട്ടൊക്കെ എങ്ങണ്ടാ പോയത്? CPM-ലേക്കാണോ പോയത് അതോ കോൺഗ്രസിലേക്കാണ് പോയതെന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് ഇപ്പോൾ സുരേന്ദ്രൻ നിൽക്കുന്നത്. എന്തായാലും വരുന്ന വാർത്തകളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. സതീഷിന്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തും നേതാക്കളെ ചോദ്യം ചെയ്യും. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടാണ്. കൊടകര കുഴൽപ്പണക്കേസിന്റെ അന്വേഷണം BJP നേതാക്കളിലേക്ക്. കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ BJP തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള BJP നേതാക്കളെ ചോദ്യം ചെയ്യും. സതീഷിന്റെ രഹസ്യ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തും. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച നേതാക്കൾ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തിയതായി സതീഷ് കഴിഞ്ഞ ശനിയാഴ്ച പോലീസിന് മൊഴി നൽകി. 6 ചാക്കിലായിട്ടാണ് 9 കോടി രൂപ എത്തിച്ചത്. തൃശൂർ ജില്ലാ ട്രഷറർ സുജയ് സെനും ധർമ്മരാജനും ചേർന്നാണ് പണച്ചാക്ക് ഓഫീസിന്റെ മുകളിലേക്ക് കയറ്റിയത്. അത്യാവശ്യം കാരണം ഉണ്ടാവുമല്ലോ. കള്ളപ്പണ സംഘത്തിൽ ധർമ്മരാജന് K. സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് K. അനീഷ് കുമാറും തനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര ആരോപണമാണ് ഇപ്പോൾ സുരേന്ദ്രനെതിരെ വന്നിട്ടുള്ളത്. സുരേന്ദ്രൻ ചുരുക്കി പറഞ്ഞാൽ കുടുങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രന് മുന്നോട്ട് വെക്കാനുള്ളത്. എന്തായാലും അതൊരു ഈ കേരളത്തിൽ വിലപ്പോവാത്തൊരു കാര്യമാണ്, നമുക്കറിയാം. ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ആളുകൾ തന്നെ അത്ര വിലക്കെടുക്കുന്ന കാര്യമില്ല. എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ ആകെ കുടുങ്ങി. ഇതിനപ്പുറത്തും വീണ്ടും കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.